സുഹൃത്തുക്കളെ, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫയർ ആൻഡ് ഗ്യാസ് സിസ്റ്റം ടെക്നോളജിയെ പറ്റിയാണ്. മുമ്പത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ ഫയർ ഫൈറ്റിംഗ് സിസ്റ്റംസ് ഇവിടെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ കൂടിയും അതിലൂടെ ഗ്യാസ് ടെക്നോളജി കൂടി ഉപയോഗിക്കുന്നുണ്ട്. നിങ്ങൾക്കറിയാവുന്ന പോലെ തന്നെ പലതരം ഗ്യാസുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. റിഫൈനറികൾ, പെട്രോ കെമിക്കൽസ്, ഓയിൽ ഫീൽഡുകളെല്ലാം. അത്തരം സാഹചര്യങ്ങൾ നമ്മുടെ അലാം സിസ്റ്റത്തിൻ്റെ സെൻസേഴ്സ് കൊണ്ട് ഇതിനെ കണ്ടുപിടിക്കുന്നത് ബുദ്ധിമുട്ടാണ്. അതുമാത്രമല്ല, ഇത്തരം സെൻസേഴ്സുകൾ ഫയർ അലാം സിസ്റ്റത്തിൽ കൺട്രോൾ മോഡ്യൂൾ വഴി കണക്ട് ചെയ്യാൻ സാധിക്കുമെങ്കിലും അതിനേക്കാളും കൺസോൾ ടെക്നോളജിയാണ് ഫയർ ആൻഡ് ഗ്യാസ് സിസ്റ്റത്തിൽ ഉപയോഗിക്കുന്നത്. അതിനെപ്പറ്റിയാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത്. എങ്ങനെയാണ് അതിൻ്റെ വർക്കിംഗ്, എത്തരത്തിലുള്ള സെൻസേഴ്സുകളാണ് ഉപയോഗിക്കുന്നത്, എങ്ങനെയാണ് ഇത് കാലിബ്രേറ്റ് ചെയ്യുന്നത്, അതിനെപ്പറ്റി ചെറിയൊരു വിവരണം മാത്രമാണ് ഈ വീഡിയോയിൽ നൽകാൻ ഉദ്ദേശിക്കുന്നത്. ഫയർ ആൻഡ് ഗ്യാസ് സിസ്റ്റം ടെക്നോളജിയുടെ പ്രധാന ലക്ഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തീപിടുത്തം എത്രയും വേഗം കണ്ടെത്തുക, അപകടകരമായ വാതക ചോർച്ച കണ്ടെത്തണം, പിന്നെ ആളുകൾക്ക് മുന്നറിയിപ്പ് നൽകുക, വലിയ അപകടങ്ങൾ ഒഴിവാക്കുക, പ്ലാന്റിനെ സുരക്ഷിതമായി നിലനിർത്തുക. ഇതെല്ലാമാണ് ഗ്യാസ് ടെക്നോളജി കൊണ്ടുള്ള പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത്. അടുത്തത് ഫയർ ആൻഡ് ഗ്യാസ് സിസ്റ്റത്തിൽ ഉപയോഗിക്കുന്ന സെൻസേഴ്സുകൾ, ഉപകരണങ്ങളെ പറ്റി ചെറിയൊരു വിവരണം. ആസ് യൂഷ്വൽ ഫയർ അലാം സിസ്റ്റത്തിൽ ഉപയോഗിക്കുന്ന അതേ സ്മോക്ക് ഡിറ്റക്ടേഴ്സ്, ഹീറ്റ് ഡിറ്റക്ടേഴ്സ്, ഫ്ലെയിം ഡിറ്റക്ടേഴ്സ് നമ്മൾ ഫയർ അലാം സിസ്റ്റത്തിൽ ഉപയോഗിക്കുന്നില്ല. അതുപോലെ ഫ്ലെയിം ഡിറ്റക്ടേഴ്സ്, ഗ്യാസ് ഡിറ്റക്ടേഴ്സ്, മാനുവൽ കവർ പോയിൻറ്റ് ആസ് യൂഷ്വൽ ഇവിടെയും നമുക്ക് ഉപയോഗിക്കുന്നുണ്ട്. സ്മോക്ക് ഡിറ്റക്ടർ നോർമലി സ്മോക്ക് കണ്ടെത്തുക, ഹീറ്റ് ഡിറ്റക്ടർ ചൂട് കണ്ടെത്തുക. ഹീറ്റ് ഡിറ്റക്ടർ രണ്ട് തരം ഉപയോഗിക്കുന്നുണ്ട്, ROR, ഫിക്സ്ഡ്. അത് മുമ്പ് നമ്മൾ ഡിസ്കസ് ചെയ്തെന്ന് തോന്നുന്നു. പിന്നെ ഫ്ലെയിം ഡിറ്റക്ടേഴ്സ്, UV, IR, ഇത് രണ്ടും ആണ് ഈ ടൈപ്പ് ഫ്ലെയിം ഡിറ്റക്ടേഴ്സാണ് ഉപയോഗിക്കുന്നത്. അത് വർക്കിംഗ് എങ്ങനെയാണെന്ന് അടുത്ത വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. പിന്നെ മാനുവൽ കോൾ പോയിൻറ്റ് നമുക്കറിയാവുന്ന പോലെ തന്നെ ഗ്ലാസ് മാനുവലി ബ്രേക്ക് ചെയ്യുക, അത് എല്ലാ ബിൽഡിങ്ങുകളിലും നമ്മൾ കണ്ടിട്ടുള്ള ഒരു ഡിവൈസ് തന്നെയാണ്. പിന്നെ ഗ്യാസ് ഡിറ്റക്ടർ പല ടൈപ്പ് ഉണ്ട്. നമുക്ക് LEL മീൻസ് ഗ്യാസ് രണ്ട് തരം ഗ്യാസുകളുണ്ട്. ഒന്ന് എക്സ്പ്ലോസീവ് ഗ്യാസുകളുണ്ട്, ഒന്ന് ടോക്സിക് ഗ്യാസുകളുണ്ട്. രണ്ടും രണ്ട് രീതിയിലാണ് ഡിറ്റക്ടർ ഉപയോഗിക്കുന്നത്. അത്തരം കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് ഗ്യാസ് ഡിറ്റക്ഷനെ പറ്റി. അതിൽ നമ്മൾ ഗ്യാസ് തന്നെ പല ടൈപ്പ് ഉണ്ട്. അതിൽ മീഥേനാണ് നോർമലി പെട്രോൾ പ്ലാന്റുകളിലെ എസെൻഷ്യൽ ഗ്യാസായിട്ട് വരുന്നത്. മീഥേൻ എക്സ്പ്ലോസീവായിട്ടുള്ള ഗ്യാസാണ്. അതുപോലെ H2S, ഹൈഡ്രജൻ സൾഫൈഡ്, അത് ടോക്സിക് ആയിട്ടുള്ള ഗ്യാസാണ്. അത് എക്സ്പ്ലോസീവ് ആവില്ല, ടോക്സിക് ആവും. ഈ എക്സ്പ്ലോസീവിനേക്കാളും ഡേഞ്ചറാണ് ടോക്സിക് ആയിട്ടുള്ള ഗ്യാസ്. നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. അത് രണ്ടിൻ്റെയും കാലിബ്രേഷനും റേഞ്ചും മറ്റു കാര്യങ്ങളെല്ലാം അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. മുമ്പ് പറഞ്ഞ പോലെ കുറച്ച് ഗ്യാസുകൾ, ഓയിൽ, പെട്രോളിയം പ്ലാന്റുകളിൽ ഉപയോഗിക്കുന്ന സെൻസർ വേണ്ട ഗ്യാസുകളും ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക. LPG, മീഥേൻ, ഹൈഡ്രജൻ, H2S, കാർബൺ മോണോക്സൈഡ്. ഇതിൽ LPG, മീഥേൻ, ഹൈഡ്രജൻ എക്സ്പ്ലോസീവ് ടൈപ്പ് ഗ്യാസുകളാണ്. എന്നാൽ H2S, കാർബൺ മോണോക്സൈഡും ടോക്സിക്കാണ്. ടോക്സിക് ഒരു പെർട്ടിക്കുലർ ചെറിയൊരു എമൗണ്ട് വരെ അന്തരീക്ഷത്തിലുണ്ടെങ്കിൽ നമുക്ക് മരണം വരെ സംഭവിക്കാം. അതിൻ്റെ റേഞ്ച് പറയുന്നത് PPM റേഞ്ചിലാണ്, പാർട്സ് പെർ മില്യൺ ആണ്. എക്സ്പ്ലോസീവിൻ്റെ LEL ആണ്. LELും PPMും വളരെയധികം വ്യത്യാസമുണ്ട് അതിൻ്റെ റേഞ്ചിൽ. ആ റേഞ്ച് കാര്യങ്ങൾ പിന്നീട് പറയുന്നതാണ്. എന്താ വെച്ചാൽ FNGയിലെ മെയിൻ ഘടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗ്യാസ് ഡിറ്റക്ടേഴ്സുകളാണ്. ഗ്യാസ് ഡിറ്റക്ടേഴ്സ് തന്നെ പല ടൈപ്പ് ഉപയോഗിക്കുന്നുണ്ട്. ഇലക്ട്രോ കെമിക്കലുണ്ട്, IR ടൈപ്പുകളുണ്ട്, ഇൻഫ്രാറെഡ് ടൈപ്പുകളുണ്ട്, പിന്നെ സെമി കണ്ടക്ടർ ടൈപ്പ് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ കാറ്റലിസ്റ്റിക് ബീഡ് സെൻസേഴ്സുകൾ. അത്തരം സെൻസേഴ്സിനെ പറ്റി പിന്നീടുള്ള ഭാഗങ്ങൾ എന്തുകൊണ്ടാണ്, അതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണ്, ഏത് ഘട്ടങ്ങളിലാണ് അങ്ങനെയുള്ള സെൻസറുകൾ ഉപയോഗിക്കുന്നത്,
അത്തരം കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ പറയുന്നതാണ്. ഇത്തരം കാര്യങ്ങൾ നമ്മൾ ഒരു ബേസിക് ഐഡിയെങ്കിലും വേണം ഈ ഗ്യാസ് സിസ്റ്റത്തിനെ പറ്റി മനസ്സിലാക്കുന്നതിന്. ഇത് വീണ്ടും പറയുകയാണ്, ഇത് റിഫൈനറികളിലാണ് ഇത്തരം സെൻസേഴ്സുകൾ ഉപയോഗിക്കുന്നത്. നമ്മൾ ഡൊമസ്റ്റിക് പർപ്പസിൽ ബിൽഡിങ്ങുകളില മറ്റു മാളുകളില അവിടെയൊന്നും ഇത്തരം ഗ്യാസ് സെൻസേഴ്സ് ഒന്നും ഉപയോഗിക്കേണ്ട യാതൊരു ആവശ്യമില്ല. എന്നുവെച്ചാൽ അത്രക്ക് എന്താ പറയുക, അന്തരീക്ഷത്തിന് ഹാനികരമായിട്ട് വാതകങ്ങളൊന്നും അവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നില്ല. ഓയിൽ ഫീൽഡുകളിലാണ് ഇത്തരം ഗ്യാസുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. അതുകൊണ്ടാണ് ഇത്തരം സ്ഥലങ്ങളിൽ മാത്രമാണ് ഇത് ഉപയോഗിക്കുന്നത്. അതുമാത്രമല്ല, ഇത്തരം സെൻസേഴ്സിന് വളരെയധികം എക്സ്പെൻസീവുമാണ്. സാധാരണ ഒരു സ്മോക്ക് ഡിറ്റക്ടർ പോലത്തെ ഒരു സെൻസേഴ്സ് അല്ല ഗ്യാസ് സെൻസേഴ്സ്. ഫസ്റ്റ് ഓഫ് ഓൾ ഇത് ഇൻസ്ട്രുമെൻറ്റേഷനിൽ തന്നെ ഡിവൈസുകളാണിത്. ഇൻസ്ട്രുമെൻ്റ് ടെക്നീഷ്യൻ, ഇൻസ്ട്രുമെൻ്റ് മെക്കാനിക്, ഇൻസ്ട്രുമെൻ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിലാണ് നമ്മൾ ഈ ഇത്തരം സെൻസേഴ്സുകൾ ഉപയോഗിക്കുന്നുള്ളത്. ഇത് ഈ സിസ്റ്റവും അതുപോലെ തന്നെയാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്. സാധാരണ ഫയർ അലാം പാനലിലോട്ടല്ല, കൺസോളുകളിലോട്ടാണ് ഇത് കണക്ട് ചെയ്യുന്നത്. അത് ഇൻസ്ട്രുമെൻറ്റേഷൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെയാണ് ഇത് വരുന്നത്. അപ്പോൾ ഇത് കൂടുതലും ഇത് ഇൻസ്ട്രുമെൻ്റ് ടെക്നീഷ്യന്മാരാണ് ഇത് കൂടുതൽ കൈകാര്യം ചെയ്യുന്നത്. എങ്കിൽ കൂടി ഈ ഒരു ഫയർ അലാം ടെക്നീഷ്യൻ എന്ന് പറയുമ്പോൾ അദ്ദേഹം ഒരു ഇൻസ്ട്രുമെൻ്റ് ടെക്നീഷ്യൻ ആകണമെന്നില്ല. ഒരു ഇലക്ട്രിക്കൽ ടെക്നീഷ്യൻ ആവാം, ചിലപ്പോൾ ഒരു ഇലക്ട്രോണിക് ടെക്നീഷ്യൻ ആവാം, മോസ്റ്റ് പ്രോബബ്ലി ഇൻസ്ട്രുമെൻ്റ് ടെക്നീഷ്യനും ആവാം. പക്ഷേ ഒരു ഫയർ അലാം ടെക്നീഷ്യൻ എന്ന വ്യക്തി എല്ലാ മേഖലയിലും നല്ല ധാരണ ഉണ്ടായിരിക്കണം. ഇപ്പോൾ ഒരു ഇൻസ്ട്രുമെൻ്റ് ടെക്നീഷ്യൻ ഇൻസ്ട്രുമെൻറ്റേഷൻ്റെ ഭാഗം മാത്രം അറിഞ്ഞാൽ മതി. പ്ലാന്റുകളിൽ നിന്ന് നമുക്ക് വർക്ക് ചെയ്യുമ്പോൾ കണ്ടു കഴിഞ്ഞാൽ ഈ ഇത്തരം വർക്കുകളെല്ലാം ചെയ്യുന്ന ഇൻസ്ട്രുമെൻ്റ് റിലേറ്റഡ് ആളുകളായിരിക്കും. പക്ഷേ ഒരു ഫയർ അലാം ടെക്നീഷ്യൻ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തിന് മെക്കാനിക്കലിൽ ഒരു നല്ല നോളജ് ഉണ്ടായി, നല്ലത് വേണ്ട, ഒരു മെക്കാനിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെപ്പറ്റി കുറച്ച് അറിവുകൾ ഉണ്ടായിരിക്കണം. പിന്നെ വാൽവുകളെ പറ്റിയൊരു ധാരണ ഉണ്ടായിരിക്കണം. അതുപോലെ ഇലക്ട്രിക്കലിൻ്റെ വയറിങ്ങളെ പറ്റിയും കുറച്ച് അറിവുകളുണ്ടായിരിക്കണം. ഇവൻ നെറ്റ്വർക്കിങ്ങിനെ പറ്റി കുറച്ച് ധാരണ ഉണ്ടായിരിക്കണം. ഇപ്പോൾ പാനലുകളിലെ കമ്മ്യൂണിക്കേഷൻ രീതികൾ, ഏത് ടൈപ്പ് കമ്മ്യൂണിക്കേഷൻ ഉപയോഗിക്കുന്നത്, ജസ്റ്റ് അതിനെപ്പറ്റി ഈ വീഡിയോയിൽ ഞാൻ ഇത്തരം കാര്യങ്ങൾ പറയണമെന്ന് ഉദ്ദേശിച്ചതല്ല, ജസ്റ്റ് ഇങ്ങനെ ഓർത്തപ്പോൾ ഞാനൊന്ന് പറഞ്ഞത് മാത്രം. അതുപോലെ നെറ്റ്വർക്കുകൾ ഏത് ടൈപ്പാണ്, പിന്നെ ഫയർ അലാം പാനലുകളിൽ നമുക്ക് റിപ്പയർ ചെയ്യുന്ന ഇലക്ട്രോണിക്സിനെ പറ്റി കുറച്ച് അറിയണം. പിന്നെ പല ടെക്നോളജീസ്, കമ്മ്യൂണിക്കേഷൻ ഉപയോഗിക്കുന്ന ടെക്നോളജി അല്ല SLCയിൽ ഉപയോഗിക്കുന്നത്. SLC മീൻസ് സിഗ്നൽ ലൈൻ സർക്യൂട്ടിൽ ഉപയോഗിക്കുന്ന ടെക്നോളജി, സ്കാനിങ് ടെക്നോളജി. അപ്പോൾ അതിനെപ്പറ്റി ഒരു ധാരണ ഉണ്ടായിരിക്കണം. പിന്നെ നെറ്റ്വർക്കിങ്ങിനെ പറ്റി ഒരു അറിവുണ്ടായിരിക്കണം. ഇലക്ട്രിക്കലിനെ പറ്റി കുറച്ച് അറിവുകൾ ഉണ്ടായിരിക്കണം. പിന്നെ പറഞ്ഞ പോലെ മെക്കാനിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് അറിവുകളുണ്ടായിരിക്കണം. പിന്നെ ഇൻസ്ട്രുമെൻറ്റേഷനെ പറ്റി കുറച്ച് അറിവുകളാണ്. എല്ലാത്തിനെയും കുറിച്ചൊരു അറിവുള്ളവനാണ് ഒരു ഫയർ ഫൈറ്റിംഗ് ഗ്യാസ് ടെക്നീഷ്യനായി നന്നായിട്ട് വർക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ നമ്മൾ ഒരു അറിവ് നേടേണ്ടതായിട്ടുണ്ട്. മറ്റു ജോലികൾ പോലെയല്ല ഫയർ ഫൈറ്റിംഗ് കുറേ കൂടി കോഷ്യസ് ആയിട്ടുള്ള, നല്ല റെസ്പോൺസിബിളായിട്ട് നമ്മളിത് കൈകാര്യം ചെയ്യുന്നത്. നമ്മുടെ ചെറിയൊരു മിസ്റ്റേക്ക് കൊണ്ട് പോലും വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇവൻ സർവേ ചെയ്യുന്നതാണെങ്കിലും സർവേ എല്ലാം കറക്റ്റായിട്ടുള്ള റീഡിങ്ങുകളെല്ലാം നമ്മൾ നോട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇത് അത്രത്തോളം റെസ്പോൺസിബിൾ ആയിരിക്കണം എന്ന് ജസ്റ്റ് പറഞ്ഞു പോയെന്ന് മാത്രം. അടുത്തത് നമുക്ക് ഫയർ എങ്ങനെ പ്രവർത്തിക്കുന്നു അതിനെപ്പറ്റി നമുക്ക് നോക്കാം. അടുത്തത് ഗ്യാസ് സിസ്റ്റം, ഫയർ ആൻഡ് ഗ്യാസ് സിസ്റ്റം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് മനസ്സിലാക്കാം. ഇത് ഫയർ അലാം സിസ്റ്റം പോലെ തന്നെ ഡിറ്റക്ടർ സെൻസ് ചെയ്യുന്നു, സിഗ്നൽ F5 സിസ്റ്റത്തിലോട്ട് അയക്കുന്നു, അലാം പ്രവർത്തിക്കുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ ഞാനൊരു കാര്യം പറയാൻ മറന്നുപോയി. അലാം എന്ന് പറഞ്ഞാൽ 2 ടൈപ്പ് അലാമുകളുണ്ട് നമുക്ക്. 2 അല്ല 3 ടൈപ്പ് അലാമിനെ പറ്റി കൂടി പറയേണ്ടതുണ്ട്. ഞാൻ ഈ വിഷയത്തിലൂടെ വന്നപ്പോഴാണ് അത് ഓർത്തത്.
ഫയർ അലാമിൽ നമുക്ക് ഫസ്റ്റ് റെഡ് ലൈറ്റാണ് ഉപയോഗിക്കുന്നത് അലാം ആക്റ്റീവ് ആയി കഴിഞ്ഞാൽ. പക്ഷേ ഗ്യാസാണ് ആക്റ്റീവ് ആയിട്ടുണ്ടെങ്കിൽ ഗ്യാസ് സിസ്റ്റം തന്നെ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ടോക്സിക് ഉണ്ട്, എക്സ്പ്ലോസീവ് ഉണ്ട്. എക്സ്പ്ലോസീവ് ആയി ഉള്ള അലാമാണ് ആകുന്നതെങ്കിൽ ഗ്യാസ് ഇട്ടിട്ട് തന്നെ ഒരു മീതേൻ ഫസ്റ്റ് അലാം കൊടുക്കുകയാണെങ്കിൽ ഓറഞ്ച് ലൈറ്റ് അല്ലെങ്കിൽ അതിന് അമ്പർ എന്ന് പറഞ്ഞ ഒരു കളറിലെ ലൈറ്റാണ് ആക്റ്റീവ് ആണത്. അത് ആ ലൈറ്റാണ് നമ്മൾ ഓയിൽ ഫീൽഡിൽ എല്ലായിടത്തും ഉപയോഗിക്കുന്നത്, സ്റ്റാൻഡേർഡാണ്. ഇനി ടോക്സിക് ആയിട്ടുള്ള ഗ്യാസാണ് H2S ആണ് ആക്റ്റീവ് ആണെങ്കിൽ ബ്ലൂ ലൈറ്റ് ആയിരിക്കും അലാം കൊടുക്കുമ്പോൾ ആക്റ്റീവ് ആണത്. ഫയർ അലാം ആണെങ്കിൽ റെഡ്, ടോക്സിക് ആണെങ്കിൽ ബ്ലൂ, എക്സ്പ്ലോസീവ് ആണെങ്കിൽ അമ്പർ. ഇങ്ങനെ 3 കളർ അത് നമ്മൾ നോട്ട് ചെയ്ത് വെക്കണം. എന്ന് വെച്ചാൽ ഈ കളർ കണ്ട നമുക്ക് എവിടെ നോക്കിയാലും കാണാൻ പറ്റും. അലാം അടിക്കുമ്പോൾ തന്നെ ആ ബിൽഡിങ്ങിൽ ഈ കളർ ഇങ്ങനെ മിന്നുന്നുണ്ടാവും, ഫ്ലാഷ് ലൈറ്റ് ഇങ്ങനെ മിന്നും. അലാം സൈറൻ പല ടൈപ്പ് സൈറൻ ഉണ്ട്, അത് നമ്മൾ കൺസിഡർ ചെയ്യണ്ട. അത് ഓരോ മാനുഫാക്ചർ പല രീതിയിൽ ചെയ്തിട്ടുണ്ടാവും. പക്ഷേ കളർ എല്ലാത്തിനും കോമൺ ആയിരിക്കും എല്ലാ സിസ്റ്റത്തിലും. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് കണ്ടാലറിയാം ഏതാണ് ആക്റ്റീവ് ആയിട്ടാണെന്ന്. അപ്പോൾ തന്നെ നമ്മൾ എന്താണ് അതിൻ്റെ സൊല്യൂഷൻ. അപ്പോൾ തന്നെ നമുക്ക് അവിടെ ലൊക്കേഷൻ പോയി നോക്കുക, ഫാൾസ് അലാമാണ് റിയൽ അലാമാണ്, എങ്ങനെ ആക്റ്റീവായി, അതെല്ലാം നമ്മൾ പോയി കണ്ടെടുത്തുക. പക്ഷേ ഇതിൽ നിന്ന് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഈ കളറിൽ നിന്ന് നമുക്ക് ഏതാണ് ആക്റ്റീവായെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, അത് കഴിഞ്ഞ് സൈറൻ ഉണ്ടാവും, ബീക്കോൺ ഉണ്ടാവും. 2 അലാമുണ്ട്. ഫസ്റ്റ് അലാമാണ് സൈറൻ മാത്രം ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞ് ബീക്കണും പ്രവർത്തിക്കും സെക്കൻഡ് അലാം വന്നു കഴിഞ്ഞാൽ. പിന്നെ ഇത് നമ്മുടെ ഫഞ്ചി സിസ്റ്റത്തിൽ കൺസോളിൽ ഇത് കാണിക്കും ഇതിൻ്റെ സ്റ്റാറ്റസ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞ ഫസ്റ്റ് അലാം ആണെങ്കിൽ ആ സോണില ഏരിയയില അലാം മാത്രം അടിക്കുക, എക്സോസ്റ്റ് മാത്രമേ ഓൺ ആകുകയുള്ളൂ. സെക്കൻഡ് അലാം കൂടി പറഞ്ഞ് EDC ഷട്ട് ഡൗൺ ചെയ്യും. EDC മീൻസ് എമർജൻസി ഷട്ട് ഡൗൺ. അത് കമാൻഡ് റൂമിലായിരിക്കുള്ളൂ. എങ്ങനെ പറയുക, എമർജൻസി റെസ്പോൺസ് സെൻറ്റർ അവിടെ നിന്നാണ് അതെല്ലാം അവിടെ നിന്ന് അതുവഴി എല്ലാം ഷട്ട് ഡൗൺ ആവും. ആ ഏരിയ മൊത്തം കംപ്ലീറ്റ് ഷട്ട് ഡൗൺ ആവും. ബാക്കി സുരക്ഷ മീൻസ് ഫാൻ അല്ലെങ്കിൽ എക്സോസ്റ്റുകൾ അതെല്ലാം വർക്ക് ചെയ്യുക. പിന്നെ നമ്മുടെ സപ്രഷൻ സിസ്റ്റം ആക്റ്റീവ് ആകുക. ഡിപ്പെൻഡിങ് ഓൺ നമ്മുടെ എങ്ങനെയാണ് അത് പ്രോഗ്രാം ചെയ്തേക്കുന്നത് അതനുസരിച്ചിട്ടുള്ള ആക്ടിവിറ്റീസ് നടക്കുന്നതാണ്. നമ്മൾ അതിനകത്ത് ഇൻവോൾവ് ആവേണ്ട ആവശ്യമില്ല, സിസ്റ്റം തന്നെ അതെല്ലാം ചെയ്തോളൂ. ഒരു ഫയർ അലാം ടെക്നീഷ്യൻ ഇതെല്ലാം സിസ്റ്റമെല്ലാം വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് മാത്രം നോക്കിയാൽ മതി. ബാക്കി ഫൈറ്റ് ചെയ്യണത് ഫയർ ആൻഡ് സേഫ്റ്റി ആളുകളാണ്. അതിനകത്ത് നമുക്ക് ഇൻവോൾവ് ആവണം. നമ്മുടെ സിസ്റ്റം കംപ്ലീറ്റ് വർക്കിംഗ് ആയിരിക്കണം, ആ സമയത്ത് എഫിഷ്യൻ്റ് ആയിരിക്കണം, ഒരു ഫാൾട്ട് വരാൻ പാടില്ല. പിന്നെ മോസ്റ്റ് പ്രോബബ്ലി ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്ന ഫാൾസ് അലാംസ് വേറെ, അത് മാത്രമേ സംഭവിക്കാൻ പാടുള്ളൂ. നമ്മുടെ ഭാഗത്തുനിന്നൊരു സർവീസ് സൈഡിൽ നിന്നൊരു പ്രശ്നങ്ങളും ഉണ്ടാകാൻ പാടില്ല. ഞാനൊരു ഫയർ അലാം ടെക്നീഷ്യൻ എന്താണ് എന്നുള്ള രീതിയിലാണ് ഞാൻ സംസാരിക്കുന്നത്. ആകേണ്ടത് എന്താണ് അതിൻ്റെ റെസ്പോൺസിബിലിറ്റി എന്ന രീതിയിലാണ് ഞാൻ സംസാരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇത്തരം കാര്യങ്ങൾ പറയുന്നത്. അത് ആർക്കൊരു അരോചകമായിട്ട് തോന്നേണ്ട യാതൊരു ആവശ്യമില്ല. അത്രത്തോളം ഒരു റെസ്പോൺസിബിൾ ജോബാണ് ഈ ഫയർ അലാം ടെക്നീഷ്യൻ എന്നുള്ളത്. അടുത്തത് നമുക്ക് ഇത് എവിടെയാണ് ഉപയോഗിക്കുന്നത്? നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഓയിൽ റിഫൈനറീസിൽ, LNG പ്ലാന്റുകളിൽ, പിന്നെ പെട്രോ കെമിക്കൽ പ്ലാന്റുകളിൽ ഉപയോഗിക്കുന്നു. ഓഫ് ഷോർ ഡ്രിൽ ചെയ്യണ ഓഫ് ഷോറിൽ ഉപയോഗിക്കുന്നുണ്ട്. പവർ പ്ലാന്റുകളിൽ ഉപയോഗിക്കും. കെമിക്കൽ ഫാക്ടറീസ് ഡെഫിനറ്റ്ലി കെമിക്കൽ ഫാക്ടറീസിൽ ഇത് മസ്റ്റായിട്ട് വേണം. പിന്നെ ഫ്യൂവൽ സ്റ്റോറേജ്, അത്തരം കാര്യങ്ങളിൽ ഏരിയകളിലെല്ലാം ഇത് ഇത്തരം സിസ്റ്റം വെക്കേണ്ടതായിട്ട് ഉണ്ട്. ഈ ഫയർ ആൻഡ് ഗ്യാസ് സിസ്റ്റം ഒരു ടെക്നോളജി എന്നതിലുപരി ഒരു പ്ലാന്റിനെ മൊത്തം സംരക്ഷിക്കുന്ന ഒരു ജോലിയാണ് അവിടെ ചെയ്യുന്നത്. ഇത് നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ ഒരു കാര്യം പറയുമ്പോൾ ഇതിനെ ഡെലൂജി വാൽവ് ഇതിനകത്ത് ഉപയോഗിക്കുന്നുണ്ട്. പ്ലാന്റ് നമ്മൾ ഫയർ ഫൈറ്റിങ് ചെയ്ത പോലെ തന്നെ ഡെലൂജി വാൽവ് പ്ലാന്റിൽ ഉപയോഗിക്കുന്നുണ്ട്. എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ ആ സമയത്ത് റിലേറ്റഡ് ഏരിയ ഏത് സോണാണെന്ന് വെച്ചാൽ അതനുസരിച്ചിട്ട് ആക്റ്റീവ് ആവുന്നതാണ്. പിന്നെ പറയുന്നത് ഇതിനകത്ത് ഫയർ അലാം ടെക്നീഷ്യന് സിസ്റ്റത്തെ പറ്റി നല്ലൊരു ധാരണ ആയിരിക്കണം. മെയിൻ്റനൻസ് ചെയ്യാൻ
മെയിൻ്റെനൻസ് ചെയ്യുന്നത് എങ്ങനെയാണെന്നല്ല അതിനെപ്പറ്റി അറിഞ്ഞിരിക്കണം. കാലിബ്രേഷൻ രീതികൾ എങ്ങനെയാണ്, ഏത് രീതിയിലാണ് കാലിബ്രേറ്റ് ചെയ്യേണ്ടത്, എല്ലാത്തിനെപ്പറ്റി നല്ലൊരു ഗഹനമായ അറിവ് ഉണ്ടായിരിക്കണം. റോങ് കാലിബ്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാവുന്ന പോലെ തന്നെ സിസ്റ്റം കറക്റ്റ് ഗ്യാസ് ഡിറ്റക്റ്റ് ചെയ്ത് ട്രിഗറാകില്ല, അലാം കൊടുക്കില്ല. അത് വളരെ വലിയൊരു അപകടത്തിലോട്ട് പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് സിസ്റ്റത്തെപ്പറ്റി നല്ലൊരു ധാരണ, അറിവ് ഒരു ടെക്നീഷ്യൻ ഉണ്ടായിരിക്കണം. ഇതാണ് ഈ വീഡിയോയിൽ പറയാനുള്ളത്. ഞാൻ അടുത്ത വീഡിയോയിൽ നമുക്ക് അടുത്ത വിഷയം ഡിസ്കസ് ചെയ്യാം.